ചവറ് വികൃതി കാട്ടിയതിന് 3ാം ക്ലാസ്സുകാരനെ ഇസ്തിരിപ്പെട്ടികൊണ്ട് പൊള്ളലേൽപ്പിച്ച രണ്ടാനച്ഛൻ അറസ്റ്റിൽ. തേവലക്കര പാലക്കൽ സ്വദേശി കൊച്ചനിയനെയാണ് 39-നെയാണ് ചവറ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആയുധം വെച്ച് ഉപദ്രവിക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ്. കുട്ടിയുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. ഓഗസ്റ്റ് 6 രാത്രി തെക്കുംഭാഗത്ത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചായിരുന്നു രണ്ടാനച്ഛന്റെ ക്രൂരത. മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ കൊണ്ട് അടിച്ച ശേഷം ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ഇടതുകാലിന്റെ മുട്ടിനു താഴെ പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ വിവരം ചൈൽഡ് ലൈനിൽ നൽകുകയും അവർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് കുട്ടിയെ സ്റ്റേഷനിലെത്തിച്ചു മൊഴി രേഖപ്പെടുത്തി രണ്ടാനച്ഛനെതിരെ കേസെടുത്തു. ഇയാൾ നേരത്തെ കത്തി ചൂടാക്കി പൊള്ളിച്ചിട്ടുണ്ടെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൊള്ളലേറ്റ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാൻ പോലും ഇയാൾ തയ്യാറായിരുന്നില്ല. കുട്ടിയുടെ അമ്മ 3 മാസം മുൻപാണ് വിദേശത്തേക്ക് പോയത്. മുത്തശ്ശിക്കും രണ്ടാനച്ഛനുമൊപ്പമാണ് കുട്ടി താമസിക്കുന്നത്. കൊച്ചനിയന്റെ 6 വയസ്സും 2.5 വയസ്സുമുള്ള മറ്റു 2 കുട്ടികളും ഇവർക്കൊപ്പമാണ് താമസം. വംശീയാധിക്ഷേപം എന്ന വാക്ക് ആ 6 വയസ്സുകാരിക്ക് എളുപ്പം വഴങ്ങുന്നതല്ല. പക്ഷേ ആ അനുഭവം എത്രമാത്രം ഭയാനകമാണെന്നും അത് എത്രമേൽ നോവിക്കുമെന്നും അവൾക്കിപ്പോൾ നന്നായി അറിയാം. അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായ കോട്ടയം സ്വദേശി KS നവീൻ വീട്ടുമുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മകൾക്കു നേരെയുണ്ടായ വംശീയാക്രമണത്തെപ്പറ്റി ഓൺമനോരമയോട് പറയുമ്പോൾ തൊട്ടടുത്തു കേൾവിക്കാരിയായി അവളുമുണ്ടായിരുന്നു. താൻ ഭയന്നുപോയതിനെപ്പറ്റി ഇടയ്ക്ക് പറയുമ്പോൾ നവീൻ നിശബ്ദനായി കേട്ടിരുന്നു. പിന്നെ സാരമില്ല എന്ന് പറഞ്ഞ് മകളെ ആശ്വസിപ്പിച്ചു. അയർലൻഡിലെ വാട്ടർഫോർഡിൽ താമസിക്കുന്ന കോട്ടയം വെച്ചൂർ സ്വദേശി നവീനും ഭാര്യ അനുപ അച്യുതനും മകളെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട്. ആക്രമണക്കേസ് അന്വേഷിക്കുന്ന പോലീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ട്. തിങ്കളാഴ്ച നവീന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതിനിടെയാണ് അനുപയുടെ കോൾ വന്നത്. അവരുടെ ശബ്ദം ഭയവും സങ്കടവും കൊണ്ട് വിറച്ചിരുന്നു. വീടിനുള്ളിലായിരുന്ന അനുപയുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിവരികയായിരുന്നു മകൾ. അല്പനേരം മുൻപ് വരെ കൂട്ടുകാർക്കൊപ്പം വീടിനു മുന്നിൽ സ്കേറ്റ് ബോർഡിൽ കളിക്കുകയും സൈക്കിൾ ചവിട്ടുകയുമായിരുന്നു അവൾ. ഐരിഷുകാരും മലയാളി കുട്ടികളും ഉൾപ്പെടുന്ന 4 പേരാണ് നിയയുടെ അടുത്ത കൂട്ടുകാർ. എല്ലാവരും അയൽപ്പക്കക്കാരുമാണ്. കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് അനുപ വാതിൽപ്പടിയിൽ തന്നെ ഉണ്ടായിരുന്നു. 10 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ അവർ വീട്ടിനുള്ളിലേക്ക് പോയി. അപ്പോഴാണ് നിയ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി വന്നത്. അവളുടെ ഭയവും സങ്കടവും കണ്ടപ്പോൾ അനുപയും ഭയന്നുപോയി. നിയയ്ക്കൊപ്പം കളിച്ചിരുന്ന അയൽപ്പക്കത്തെ ഐറിഷ് പെൺകുട്ടിയാണ് സംഭവിച്ചതെന്താണെന്ന് അനുപയോട് പറഞ്ഞത്. ഐറിഷ്കാരായ 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും സൈക്കിളിൽ അതുവഴി വന്നു. അവർ നിയയ്ക്കു നേരെ അതിവേഗം സൈക്കിളോടിച്ച് അവളെ ഇടിച്ചു വീഴ്ത്തുമെന്ന മട്ടിൽ ഭയപ്പെടുത്തി. അവളുടെ മുഖത്ത് ഇടിക്കുകയും കഴുത്തിൽ പിടിച്ച് അമർത്തുകയും ചെയ്തു. വൃത്തികെട്ട ഇന്ത്യക്കാരി തിരിച്ചു പോകുമെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമം. കുട്ടികൾ ഭയന്നുപോയി, നവീൻ പറഞ്ഞു. ഞങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അവർ വന്ന് കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. മകളെ ഉപദ്രവിച്ച കുട്ടികളെ ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. നിയയെ ഉപദ്രവിച്ച ശേഷവും അവർ അവിടെ തന്നെ ചുറ്റിത്തിരിയുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ വരെ വരികയും ചെയ്തു. പോലീസ് അവരുടെ രക്ഷിതാക്കളോട് സംസാരിക്കുമെങ്കിലുമെന്ന് ഞങ്ങൾ കരുതിയെങ്കിലും അതുണ്ടായില്ല, നവീൻ പറഞ്ഞു. 7 വർഷം മുൻപാണ് നവീനും അനുപയും അയർലൻഡിലെത്തിയത്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി സ്വദേശിയായ അനുപ വാട്ടർഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സാണ്. അയർലൻഡ് പൗരത്വമുണ്ട്. ഈ വർഷമാണ് വാട്ടർഫോർഡിൽ വീട് വാങ്ങിയത്. കഴിഞ്ഞ 6 വർഷമായി ഞങ്ങളിവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇങ്ങനെയൊരു ദുരനുഭവം ആദ്യമാണ്. മകളുടെ ശരീരഭാഗങ്ങളിൽ ഇപ്പോഴും വേദനയുണ്ട്. വലത്തെ കവിളിൽ നീർക്കെട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി അവൾ ഉറക്കിൽ നിന്ന് ഭയന്ന് ഞെട്ടിയുണർന്നു. ബാഡ് ബോയ്സ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളെ സമാധാനിപ്പിക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു, നവീൻ പറയുന്നു. സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കേസെടുത്ത ഉദ്യോഗസ്ഥൻ ലീവിലാണെന്ന് നവീനും അനുഭവം പറഞ്ഞു. ഐറിഷ് നാഷണൽ പോലീസായ ഗാർഡ ഷിഹോനയിലെ ഉദ്യോഗസ്ഥരെ ഓൺമനോരമ ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണം നടക്കുകയാണ് എന്നായിരുന്നു മറുപടി. ആക്രമണത്തിനിരയായ പെൺകുട്ടിക്ക് 6 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നതിനാൽ അവളുടെ ശരീരത്തിലെ മുറിവുകളെപ്പറ്റി വെളിപ്പെടുത്താനാവില്ല എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിയയ്ക്കെതിരെ ഉണ്ടായ വംശീയാധിക്ഷേപത്തിൽ അയർലൻഡിലെ മലയാളി സമൂഹം ആശങ്കയിലാണ്. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ജീവിക്കുന്നവരാണ്. ഇത്തരം സംഭവങ്ങൾ ഞെട്ടിക്കുന്നു. പോലീസുമായും ചുമതലപ്പെട്ട മന്ത്രാലയവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. സമാധാനപൂർവ്വം ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്ന് അയർലൻഡിലെ മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ ഭാരവാഹി രാജൻ ദേവസ്യ പറഞ്ഞു. ചങ്ങനാശ്ശേരി സ്വദേശിയായ രാജൻ അയർലൻഡിലെ ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച് അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയതാണ്.
കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ അയർലൻഡ് ഇന്ത്യക്കാർക്ക് നേരെ വംശീയാധിക്ഷേപമുണ്ടാകുന്ന മൂന്നാമത്തെ സംഭവമാണിത്. ഡബ്ലിനിൽ ഡാറ്റാ സയന്റിസ്റ്റായ സന്തോഷ് യാദവ് കഴിഞ്ഞ മാസം 27-ന് സുഹൃത്തിനൊപ്പം അത്താഴം കഴിച്ച ശേഷം വീട്ടിലേക്ക് നടക്കുന്നതിനിടെ 6 കൗമാരക്കാർ ആക്രമിച്ചിരുന്നു. ഇന്ത്യക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെ 2 യാത്രക്കാർ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവമുണ്ടായി. കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് നവീൻ പറഞ്ഞു. ഇത് വിട്ടുകളയാനാവില്ല. ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. ഞങ്ങൾക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം. ഇത്തരം അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത് എന്നും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൽ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ജീവനക്കാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര പരാതി സമിതി രൂപീകരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തെന്ന് ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 4-നാണ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 27-ന് ഉദ്യോഗസ്ഥനെ തലസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു. ആഭ്യന്തര സമിതി അന്വേഷണം നടത്തുകയാണെന്നും അതിനുശേഷം മാത്രമേ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം നടപടി സസ്പെൻഷനിൽ ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പരാതിക്കാർ ആക്ഷേപമുന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന ആരോപണം നിഷേധിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക പിൻവലിച്ചുവെന്ന പ്രചരണം തെറ്റാണെന്നും എല്ലാ വോട്ടർ പട്ടികകളും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറി അഥവാ വോട്ട് മോഷ്ടിക്കൽ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങളിൽ വോട്ടർ പട്ടിക നീക്കം ചെയ്തുവെന്ന പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വ്യാപിച്ചത്. വെബ്സൈറ്റ് തകരാറിലായെന്നും വോട്ടർ ഡേറ്റ ഇല്ലാതാക്കിയെന്നുമുള്ള വാദങ്ങളും കമ്മീഷൻ തള്ളി. വോട്ടർ പട്ടിക പൊതുജനങ്ങൾക്ക് സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. വെബ്സൈറ്റിൽ നിന്നും വോട്ടർ പട്ടിക ഒറ്റ രാത്രി കൊണ്ട് നീക്കം ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന എക്സ് അക്കൗണ്ട് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടർ പട്ടിക www.voters.eci.gov.in/download-erol എന്ന സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്രയിലെ വയോധയുടെ മരണത്തിൽ മകനെ അറസ്റ്റ് ചെയ്തു പോലീസ്. കൂത്താളി തൈപ്പറമ്പിൽ പത്മാവതി 65-യുടെ മരണത്തിൽ മകൻ ലിനീഷ് 47-ൽ അറസ്റ്റിലായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. വീടിനകത്ത് വീണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പത്മാവതിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മകൻ ലിനീഷ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി. സ്വത്തു തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. വീണു പരിക്കുപറ്റിയ നിലയിലാണെന്ന് മകൻ ലിനീഷ് നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്നാണ് പത്മാവതിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. പത്മാവതിയുടെ മുഖത്തും തലയിലും പരിക്കു കണ്ടതോടെ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി. മദ്യലഹരിയിലെത്തുന്ന ഇളയ മകൻ ലിനീഷ് പത്മാവതിയെ നിരന്തരം ദേഹോപദ്രവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു. സംസ്കാരം കഴിഞ്ഞ ശേഷം ലിനീഷിനെ ചോദ്യം ചെയ്ത പോലീസ് പിന്നീട് ഇയാളെ വിട്ടയച്ചിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തലയ്ക്ക് പിറകിലേറ്റ മാരകമായ പരിക്കാണ് മരണകാരണമെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ ലിനീഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. പല ദിവസങ്ങളിലും അടുത്ത വീട്ടിലായിരുന്നു പത്മാവതി ഉറങ്ങിയിരുന്നത്. മദ്യപിച്ചെത്തുന്ന മകൻ ലിനീഷ് ഇവരെ ആക്രമിച്ചും വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പിതാവ് സൈന്യത്തിലായതിനാൽ ലഭിച്ചിരുന്ന പെൻഷനും സ്വത്തിനും വേണ്ടിയുള്ള പിടിവാശിയായിരുന്നു പ്രശ്നങ്ങൾക്ക്. അമ്മ സഹോദരന് പണം മുഴുവൻ നൽകുകയാണെന്ന് ലിനീഷ് ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിലും മർദ്ദനം നടന്നിരുന്നു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ പത്മാവതിയുടെ മാല അഴിച്ചു വാങ്ങിയ ലിനീഷ് പത്മാവതിയെ മാല കൊണ്ട് അടിക്കുകയായിരുന്നു. അടിയുടെ ശക്തിയിൽ പത്മാവതിക്ക് മുഖത്ത് പരിക്കുപറ്റി. പിന്നീട് തല പിടിച്ച് കാൽമുട്ടുകൊണ്ട് നെറ്റിയിലും അടിവയറ്റിലും തൊഴുകയായിരുന്നു. മുട്ടുകൊണ്ട് വയറിന്റെ മുകൾ ഭാഗത്തേറ്റ വാരിയലുകൾ പൊട്ടിയത്. വോളിബോൾ കളിക്കാരനായ ലിനീഷിന്റെ കൈകളുടെ ശക്തിയാണ് അമ്മ പെട്ടെന്ന് അവശയാകാനും മരിക്കാനും കാരണമെന്ന് പോലീസ് പറഞ്ഞു. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഒഡീഷയിൽ മലയാളികളായ കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതപരിവർത്തനം നടത്തിയെന്ന വ്യാജാരോപണം ഉന്നയിച്ചാണ് സംഘപരിവാർ ഗുണ്ടകൾ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചതെന്നും രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണ് ആക്രമണമെന്നും മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു. ഒഡീഷയിലെ ജലേശ്വരിൽ കേരളീയ കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം നടത്തിയെന്ന വ്യാജാരോപണം ഉന്നയിച്ച് സംഘപരിവാർ ഗുണ്ടകൾ ആക്രമിച്ചുവെന്ന റിപ്പോർട്ടുകൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണ്. ആഴ്ചകൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇതിന് ഉദാഹരണമാണ്. ഭരണകൂടത്തിന്റെ ശിക്ഷ ഇളവ് മൂലം സാധ്യമായ അത്തരം ഹിന്ദുത്വ അതിക്രമത്തെ മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി ചെറുക്കണം, മുഖ്യമന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട
നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും പിടിയിൽ. രണ്ടാനമ്മ ഷെബീനയും പിതാവ് അൻസറുമാണ് പിടിയിലായത്. അൻസറിനെ പത്തനംതിട്ട കടമാംകുളത്ത് നിന്നും ഷഫീനയെ കൊല്ലം ചക്കുവള്ളിയിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇടപെട്ട ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറനാട് SHOയോടും അന്വേഷണ റിപ്പോർട്ട് തേടിയിരുന്നു. കുട്ടിക്ക് കൗൺസിലിംഗ് സേവനം ഉറപ്പുവരുത്താൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ അസ്വസ്ഥത ശ്രദ്ധയിൽപ്പെട്ട് അത് ചോദിച്ചപ്പോൾ കുട്ടി മർദ്ദന വിവരം തുറന്നു പറയുകയായിരുന്നു. മർദ്ദനത്തിന്റെ കഥ കേട്ട അധ്യാപികയാണ് പ്രധാന അധ്യാപകനെ വിവരമറിയിച്ചത്. സ്കൂൾ ലീഡറായ പെൺകുട്ടി രാവിലെ നടന്ന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴാണ് അധ്യാപകരും PTA ഭാരവാഹികളും കവിളിൽ അടിയേറ്റ പാടുകൾ കണ്ടത്. തുടർന്നാണ് കുറിപ്പ് കണ്ടതും പോലീസിൽ വിവരമറിയിച്ചതും. ഇന്ത്യയും US-ഉം തമ്മിലുള്ള താരിഫ് യുദ്ധം കൂടുതൽ കടുക്കുന്നു. US-ഉമായുള്ള പ്രതിരോധ ഇടപാടുകൾ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. US-ൽ നിന്ന് യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ബോയിംഗ് വിമാനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള ചർച്ചകളാണ് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത്. താരിഫിലും ഉഭയകക്ഷി ബന്ധത്തിലും വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ കരാറുകളുമായി മുന്നോട്ടു പോകാമെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. അതേസമയം US-ഉമായുള്ള പ്രതിരോധ ചർച്ചകൾ നിർത്തിവെച്ചെന്ന തരത്തിൽ വന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. US-ൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നതിനുള്ള പദ്ധതി ഇന്ത്യ നിർത്തിവെച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം.